അടുത്ത ക്ലാസ്സിലേക്ക് ജയിച്ചോ ഇല്ലയോ എന്നറിയാതെയാണ് പാഠപുസ്തകം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി 9ാം ക്ലാസ്സിലേക്ക് ജയിച്ചെന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ. അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ശിവൻകുട്ടിയാണോ തീരുമാനിക്കുന്നത്? പരീക്ഷ പേപ്പർ നോക്കട്ടെ. അവരെ 10ലെ കുട്ടി ജയിച്ചില്ല 11 പോകാൻ പറ്റുമോ? അവർക്ക് 10ലെ പുസ്തകം കൊടുത്തിട്ട് കാര്യമുണ്ടോ? എന്തെല്ലാം തുകൾക്ക് പരിഷ്കാരങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല. ആളുകളെ ബോധ്യപ്പെടുത്താണ് ഞങ്ങൾ പുസ്തകം നേരത്തെ അടിച്ചെന്ന്. പുസ്തകം ടെക്സ്റ്റ് ബുക്ക് പ്രിന്റ് നമ്മുടെ തൃക്കാക്കര പ്രസിഡന്റ് അവിടെ അടിക്കുന്നതാണ്. അതെന്തോ വലിയ ഭരണ നേട്ടമാണോ? ഈ പിണറായി സർക്കാരിനെ കൊണ്ട് തോറ്റുപോയിട്ടോ എന്തൊരു മഹാകഷ്ടമാണ്. അടുത്ത അധ്യയന വർഷത്തേക്ക്, ഈ അധ്യയന വർഷമൊന്നുമല്ല, അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളൊക്കെ 2-3 മാസം മുമ്പ് തന്നെ അച്ചടിച്ച് യൂണിഫോമും പുസ്തകങ്ങളൊക്കെ ഈ കുട്ടികളുടെ കയ്യിലെത്തിക്കുന്ന ഈ തുഗ്ലക് പരിഷ്കാരം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അതൊക്കെ ഒരു 10 വർഷം മുമ്പ് എന്തൊരു സുവർണ കാലഘട്ടമായിരുന്നു. അത് നമ്മുടെ കുട്ടികൾ അവർ തന്നെ പറയട്ടെ. ആ തുഗ്ലക് പരിഷ്കാരമൊന്നും ഇല്ലാത്ത UDFന്റെ ഒരു നല്ല കാലം ആ കുട്ടികൾ ഇതപ്പോൾ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. കൂട്ടത്തിൽ 2ാം ഘട്ട പാഠപുസ്തകം കിട്ടാത്തവര് ഒന്ന് കൈപ്പൊക്കിയേ. ഇതിൽ 1ാം ഘട്ടം കിട്ടിയോ എല്ലാവർക്കും? ഫസ്റ്റ് ടൈം BS കിട്ടിയില്ല, സെക്കൻഡ് ടൈം BS കിട്ടിയില്ല. കിട്ടാത്തവര് ബാക്കിയുള്ളവരിൽ ടെക്സ്റ്റ് കിട്ടിയവരിൽ ടെക്സ്റ്റ് വാങ്ങിയിട്ട് ബാക്കിയുള്ളവർ എല്ലാ പാഠവും ഫോട്ടോ കോപ്പി എടുക്കാനാണ് സാർ പറയുന്നത്. ഇംഗ്ലീഷ് മാത്രമേ കിട്ടിയുള്ളൂ. നമുക്ക് ഇംഗ്ലീഷ് മാത്രമേ, വേറെ ഒന്നും കിട്ടിയില്ല. ബേസിക് സയൻസ് എല്ലാവർക്കും കിട്ടാറുണ്ട്. നമ്മൾ ഓരോ കോപ്പികളൊക്കെ എടുത്ത് പഠിക്കുന്ന ഒന്നും മനസ്സിലാണ്. കോപ്പി എടുക്കുമ്പോൾ കുറേ പോവും, കുറേ മങ്ങും, കുറേ കാണാൻ പറ്റൂല, പിന്നെ 2ആയിട്ട് കാണും. കല്ലിയൂർ പഞ്ചായത്തിലെ 6 സ്കൂളുകൾക്ക് പുസ്തകം എത്തിക്കാനുള്ള ക്ലസ്റ്റർ സ്കൂളിന്റെ സൊസൈറ്റിയുടെ ചുമതലയുള്ള ടീച്ചർ. ആദ്യം ഘട്ടം തന്നെ ഇനിയും കിട്ടാനുണ്ട്. ഷോർട്ടേജ് 8ാം ക്ലാസ്സിനാണ് മെയിനായിട്ടുള്ളത്. ഇത് കല്ലിയൂർ MSc LPS. 1ാം ക്ലാസ്സിലെ പാർട്ട് സെക്കൻഡ് ഇംഗ്ലീഷ് മുഴുവനായിട്ടും കിട്ടാറുണ്ട്. അതുപോലെ 2ാം ക്ലാസ്സിലെ ഗണിതം പാർട്ട് സെക്കൻഡ് മുഴുവനായിട്ടും കിട്ടാനുണ്ട്. 3ാം ക്ലാസ്സിലെ ഗണിതം പാർട്ട് സെക്കൻഡ് മുഴുവനായിട്ടും കിട്ടാനുണ്ട്. ഇപ്പം മനസ്സിലായല്ലോ അന്ന് 10 വർഷങ്ങൾക്ക് മുമ്പ് UDF ഭരണകാലത്ത് എങ്ങനെയാണ് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തിരുന്നത് എന്നുള്ള ആ സുവർണ കാലഘട്ടം എന്ന് പറഞ്ഞാൽ തുഗ്ലക് പരിഷ്കാരങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത് എന്നാണ് ഇപ്പം നമ്മൾ കേട്ടത്. ഇപ്പം നടക്കുന്നത് എന്താണ്? അടുത്ത വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ ഇപ്പോഴേ കൊടുക്കുന്നു. എന്തൊരു വിഡ്ഢിത്തം! അടുത്ത വർഷം ജയിക്കുകയോ ജയിക്കില്ലേന്ന് പോലും അറിയാതെ ഈ പാഠപുസ്തകങ്ങളും യൂണിഫോമും ഒക്കെ ഈ കുട്ടികളുടെ കയ്യിൽ മുഖ്യമന്ത്രിയും ശിവൻകുട്ടി സാറും വിദ്യാഭ്യാസ മന്ത്രിയും കൂടെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള വിഡ്ഢിത്തം ആരെങ്കിലും ചെയ്യുമോ എന്നാണ് നമ്മുടെ ചെന്നിത്തല സാറ് പറയുന്നത്. അതൊക്കെ പഴയ പോലെ 2010 നമ്മുടെ അബ്ദുൾ റബ്ബ് സാർ ആയിരുന്നു തോന്നുന്നില്ലേ വിദ്യാഭ്യാസ മന്ത്രി. അന്ന് ഏതോ ഒരു പ്രസ്സിലൊക്കെ എടുത്തത് ഗവൺമെൻറ് പ്രസ്സിലാണ് അച്ചടിക്കുന്നത്. അതൊക്കെ ഇത്ര മഹത്തായ കാര്യമാണോ എന്നാണ് ഈ ചെന്നിത്തലയാണ് കേട്ടോ അടുത്ത തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഒരു മാന്യദേഹമാണ് നമ്മളോട് ഈ പറയുന്നത്. അങ്ങനെയാണ് ആ കാലത്ത് ചെയ്ത പോലെയാണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതെന്തോ മഹത്തായ കാര്യം ചെയ്തു, ഇതിനെ തുഗ്ലക് പരിഷ്കാരം എന്നാണ് പറയുന്നത്. അടുത്ത തവണ കുട്ടി ജയിക്കുകയോ ജയിക്കില്ലേ എന്ന് പോലും അറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ചെന്നിത്തല സാറേ 8ാം ക്ലാസ് വരെ കണ്ടു എല്ലാ കുട്ടികളും ജയിക്കണമെന്നൊരു നിയമമൊക്കെ ഉണ്ട് തോന്നുന്നു അല്ലേ? അങ്ങനെയല്ലേ? ആൾ പാസ്സാണ്. 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എന്തായാലും അവർ പാസ്സാകും. അവർക്ക് ഈ പുസ്തകങ്ങളും യൂണിഫോമും ഒക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. യൂണിഫോം ഇനി തോറ്റാലും കൊടുക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ അല്ലേ? ബാക്കിയുള്ളതിന് കുറച്ച് കുട്ടികൾ തോറ്റാൽ എന്താണ്? ആ പുസ്തകങ്ങൾ അങ്ങ് തിരിച്ചു വാങ്ങി വെക്കല്ലേ വേണ്ടുള്ളൂ എൻ്റെ ചെന്നിത്തല സാറേ. എന്നാലും ഈ സെറോക്സ് എടുത്ത് പഠിച്ചിരുന്ന ഒരു പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകേണ്ട വല്ല കാര്യമുണ്ടോ? ചെന്നിത്തല സാറിന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും പിണറായി വിജയനും ഇന്നലെ വയറ് നിറച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. 3 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് 3 മാസങ്ങൾക്ക് മുമ്പ് പാഠപുസ്തകം കൊടുത്ത് യൂണിഫോം കൊടുത്ത് ചരിത്രം സൃഷ്ടിച്ച ആ സംഭവം ഒട്ടും ഇഷ്ടപ്പെടാതെ ഒരു മഹാൻ പറയുകയാണ് തുഗ്ലക് പരിഷ്കാരം എന്ന് വിളിക്കുവാൻ ഒരു നേതാവ് ഇന്നിപ്പോൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് ഞാൻ നമ്മുടെ കുട്ടികളെ അറിയിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. പറഞ്ഞയാളൊരു ബഹുമാന്യ വ്യക്തിയാണ്. അന്നത്തെ സർക്കാർ ഉന്നതമായ സ്ഥാനം വഹിച്ചയാളാണ്. അദ്ദേഹം ഈ പുസ്തകം വിതരണം ചെയ്യുന്നതിനെ പരിഹസിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് പണ്ട് എഴുത്തോലയിലാണ് എഴുതി പഠിച്ചിരുന്നത്. എന്താണ് അതിനൊക്കെ പറയുക? ഇവരോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ മുഖ്യമന്ത്രി സാറേ. ഇവരുടെ മനോനില അതാണ്. ഇവർക്ക് എങ്ങനെയെങ്കിലും 10 വർഷം അധികാരമില്ലാതിരുന്നതാണ്.
എങ്ങനെയെങ്കിലും ഒന്ന് അധികാരത്തിൽ കയറി കൂടണം, എന്തെങ്കിലുമൊക്കെ പറയണം, എന്ത് ചെയ്താലും അതിൽ കുറ്റം കണ്ടുപിടിക്കണം, നല്ലത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കണം. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റാരെങ്കിലും ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ കയറിയിട്ട് വേണ്ടാത്തത് അനാവശ്യം പിടിച്ച് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ ഒരു വാർത്തയാക്കുക, എന്നിട്ട് സ്വയം നാറാൻ നിൽക്കുക. ഇവർക്ക് പറ്റിയ മറുപടി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരാൾ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. അത് മാത്രമാണ് ഇവർക്കുള്ള മറുപടി എന്ന് മാത്രമേ പറയാനുള്ളൂ. അവർ നേരെയാവുകയാണെങ്കിൽ നേരെ വിട്ടേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ വീഡിയോ നിർത്താം. ഇത്തരം തമാശകൾ നമ്മൾ വീണ്ടും കാണേണ്ടി വരും. അത്തരം തമാശകൾ കാണാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നന്ദി, നമസ്കാരം. പിണറായി ഭരണമൊന്ന് നിന്ന് കിട്ടിയാൽ മതി. കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഒരു പണിയെടുത്തിട്ടും ജീവിക്കാൻ പറ്റില്ലേ. ബിസിനസ് രംഗം മുഴുവൻ തകിട് പൊടിയായി. ഇന്നലെ ഒരു സുഹൃത്ത് സംസാരിക്കേണ്ടായതാ. ഞാൻ ചോദിച്ചു, നിനക്കിപ്പോൾ എന്തൊരു കുഴപ്പം, എന്താ കാര്യം പറയുന്നത്? അപ്പോഴാണ് അവൻ്റെ വിഷമം. അവൻ്റെ കടയിൽ ഫോട്ടോസ്റ്റാറ്റ് കാര്യങ്ങളൊക്കെ ഒന്നുമില്ലാത്തൊരവസ്ഥയായി. കട അടയ്ക്കേണ്ട ലെവലിലാണ് പോണ്. സംഭവം ശരിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് 10 കൊല്ലം മുന്നത്തെ കാര്യം കഴിഞ്ഞാല് ഒരു എന്താ പറയാ, ഓണപരീക്ഷ ഡിസംബർ പരീക്ഷയ്ക്ക് ആവുമ്പോഴും നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പ്രിന്റ് ചെയ്ത് വരിക. അപ്പൊ എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ അച്ഛന്മാര് അമ്മമാരൊക്കെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ ഒരു 10-40 പേജ് 50 പേജൊക്കെ നേരെ കൊണ്ടുവന്ന് ഫോട്ടോസ്റ്റാറ്റ് കടയിൽ കൊണ്ടുവരും. ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമ്പോൾ അത് ഒരു സ്പൈറൽ ബൈൻഡിങ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ ബുക്ക് മാരിയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ശരിക്ക് നല്ലൊരു ബിസിനസ് ഫോട്ടോസ്റ്റാറ്റ് ഫീൽഡിൽ ഉണ്ടായിരുന്നതാണ്. അത് വല്ലാത്തൊരു സംഭവം തന്നെ. പക്ഷെ ഈ പിണറായി ഭരണം വന്നതിന് ശേഷം പുസ്തകമെല്ലാം കൃത്യനേരത്തിന് എന്താ പറയാ, ഇപ്പൊ കണ്ടില്ലേ, ഫെബ്രുവരി 13-ാം തീയതി അടുത്ത വർഷത്തേക്കുള്ള പുസ്തകം പ്രിന്റ് ചെയ്ത് വന്നു. ഇത്തരം തെണ്ടിത്തരങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോസ്റ്റാറ്റിന് വല്ല പണി ഉണ്ടാവോ? പിന്നെ ഇപ്പൊ എന്താ, ബാക്കി എല്ലാ ഫീൽഡുകളും പശക തന്നെയാ. കാരണം കഴിഞ്ഞാല് മെഴുകുതിരി, മണ്ണെണ്ണ വിളക്ക്, കമ്പിറാന്തല്, പണിക്കാരുടെ മുഴുവൻ ജോലിയും പോയി. കാരണം പവർ കട്ടും ഇല്ല, ലോഡ് ഷെഡിങ്ങും ഇല്ല. പവർ കട്ട് ഉണ്ടായിരുന്നപ്പോ മെഴുകുതിരി മേടിച്ച എല്ലാ വീട്ടുകാരും മെഴുകുതിരി മേടിക്കും. ഇതിപ്പോ എന്തുട്ടാ, ക്രിസ്ത്യാനികൾക്ക് മാത്രം അവരുടെ പ്രാർത്ഥന സമയത്ത് ഒരു മെഴുകുതിരി വേണം. ആ കൂടി 4-7 മെഴുകുതിരിയുടെ കച്ചവടമുള്ളത്. മറ്റേതാവുമ്പോ എല്ലാ വീട്ടുകാരും ഒരു 2 മെഴുകുതിരി ഡെയിലി യൂസിന് വേണ്ടിയിട്ട് മേടിക്കും. എത്ര മെഴുകുതിരിയുടെ കച്ചവടം ഉണ്ടായിരുന്നു. ഈ 10 വർഷമായിട്ട് പവർ കട്ട് ഇല്ലാണ്ടായി. അത് ആ കച്ചവടക്കാരുടെയും പണി മുഴുവൻ പോയി. പിന്നെ ഡോക്ടർമാരുടെ അവരുടെ കാര്യം പിന്നെ പറയണ്ട. ഇത്ര ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഒരു MBBS എടുത്ത വീടിന്റെ മുന്നിൽ ഡോക്ടർ എന്നുള്ളൊരു പേരും വെച്ച ഒരു 10 ആള് വന്നു പോയാൽ മതി. ഒരു 10,000 രൂപയെങ്കിലും വരുമാനം ഉണ്ടാവേണ്ടതാ. അപ്പൊ അതുണ്ടാ ഇല്ല. കാരണം എല്ലാ ഗവൺമെന്റ് ആശുപത്രിയും കാലത്ത് 9 മണി തൊട്ടിട്ട് വൈകിട്ട് 6 മണി വരെ തുറന്നിരിക്കുക. അവിടെ എല്ലാം മരുന്നും കൊടുക്കുക. അപ്പൊ മെഡിക്കൽ സ്റ്റോറുകാരെയും പണിക്കൂട്ട് കഴിഞ്ഞു. ഇത്രയും സരസമായ ഒരു മറുപടി ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. ഇത് ധാരാളമായിരിക്കും ചെന്നിത്തല സാറിന് എന്ന് ഉറപ്പാണ്. ഇത് കേട്ടാൽ ചെന്നിത്തല സാറിന് ഇന്ന് സുഖമായി ഉറങ്ങാം. താങ്ക് യു.